ആണ് എൻ്റെ സ്വദേശം. അപ്പോ കമ്പനിയിൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്ത് വരുന്നു. ഏകദേശം ഒരു 4 വർഷമായിട്ടാണ് ഈ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടും. അപ്പോ നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കുറച്ച് എനിക്ക് ഇന്നത്തെ ഒരു സമയം ചെയ്യാനായിട്ട് അവസരം കിട്ടിയതിൽ ആദ്യം തന്നെ ദൈവത്തിനോടും എന്റെ ലീഡേഴ്സിനോടൊക്കെ നന്ദി പറയാണ്. കാരണം 7 AM എന്ന് പറയുമ്പോൾ എപ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഓരോ 7 AM നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. അതായത് എൻ്റെ ഒരു ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും മുൻപൊക്കെ ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള, അതായത് മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഈ ഒരു ബിസിനസ്സിൽ വരുന്നതിന് മുമ്പൊക്കെ പരമാവധി മിണ്ടാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എനിക്കതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നാറുള്ളത് പലപ്പോഴും. പക്ഷെ ഇന്നിപ്പോ നമ്മളിങ്ങനെ സംസാരിച്ച് പല കാര്യങ്ങളും ലൈഫിലത്തെ കാര്യങ്ങളാണെങ്കിലും സംസാരിക്കും തോറും നമ്മുടെ കോൺഫിഡൻസ് ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഈ ഒരു സംസാരിക്കാനുള്ള ഒരു കഴിവാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവാണെന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാലേ ആദ്യമൊക്കെ 7 AM ചെയ്യുന്ന സമയത്ത് പകുതിക്ക് വെച്ച് ചില വാക്കുകളൊക്കെ കിട്ടാതൊക്കെ ആയിട്ട് പോവാറുണ്ടായിരുന്നു. ഇപ്പൊ പക്ഷെ അതൊക്കെ മാറി എന്തും ആരടുത്തും സംസാരിക്കാം എന്തെങ്കിലും ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാനൊക്കെ പഠിച്ചത് ഈ ഒരു 7 AM വന്നത് 7 AM ചെയ്തു തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോ ഒരുപാട് സന്തോഷം. അപ്പോ മാഡം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു ഇന്നത്തെ ഒരു 7 AM ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോ MC-യുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ എനിക്ക് പേഴ്സണലി റിപ്ലൈ തന്ന ഒരാളാണ്. നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം മാറ്റിവെക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് ചെയ്യാതിരിക്കാനായിട്ട് എല്ലാവർക്കും കുറെ റീസൺസ് ഉണ്ടായിരിക്കും അല്ലെ. അത് ഫിജിക്കാട്ടാണെങ്കിലും ലൈഫിലത്തെ നമ്മുടെ ജോലികളാണെങ്കിലും എന്താണെങ്കിലും. പക്ഷെ ആ ഒരു കാരണങ്ങളുടെ ഇടയിലും ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അതായത് നമ്മൾ സ്വയം തന്നെ അതിനു വേണ്ടിയിട്ട് ഒരു മുൻകൈ എടുത്ത് വരാന്നുള്ളത്, അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വിചാരിച്ചു മേഡം തന്നെ മതി. കാരണം ആഗ്രഹമുള്ള ആളുകളാണ് ലൈഫിൽ എപ്പോഴും എവിടെയെങ്കിലൊക്കെ എത്തുള്ളൂ. പണ്ട് ഞാൻ വിചാരിച്ചിരുന്നു ആഗ്രഹം കൊണ്ടൊന്നും ഒന്നും നടക്കാൻ പോണില്ല എന്നുള്ളത്. അതായത് സിൻസിയർ ആയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും നടക്കും. അതിനിപ്പോ ഒരാളുടെ ഹെൽപ്പും വേണമെന്നില്ല, നമ്മൾക്ക് വിദ്യാഭ്യാസം അങ്ങനത്തെ ഒരു ബാഹ്യമായിട്ട് ഒരു ഘടകം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അതിലൊരു എന്താ പറയാ നല്ല വിശ്വാസമുള്ള ഒരാളാണ്. കാരണം ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പോലും എന്റെ സിസ്റ്ററും ഞാനൊക്കെ കൂടിയിട്ട് ഇപ്പൊ ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ സമയത്ത് സ്വന്തമായിട്ടൊരു ബിസിനസ് അത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. പക്ഷെ അത് എന്നെ കൊണ്ട് നോക്കി നടത്താൻ പറ്റിയൊരു കണ്ടീഷൻ ഇപ്പല്ല. കാരണം ഓൾറെഡി എനിക്ക് ഞാൻ മാഡം പറഞ്ഞ പോലെ കുട്ടികളുണ്ട്, ഫാമിലി ഉണ്ട്, ഫിജിക്കാട്ട് ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ എന്താ പറയാ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് ശക്തമായിട്ട് ചെയ്യാൻ പോലുമുള്ള ഒരു സാഹചര്യം ഇപ്പൊ നിലവിൽ അല്ല എന്നുള്ള വേണമെങ്കിൽ പറയാം. പക്ഷെ എന്താണ്, ഈ ബിസിനസ് ആണ് എന്നെ ഇന്ന് ഞാനിപ്പോ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു റീസൺ ഫിജിക്കാട്ടാണ്, വേറെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ ടാസ്കുകൾ ഞാൻ മുന്നിൽ ചെയ്യാൻ നിൽക്കുകയാണ്. കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ അതിനിടയിൽ ഈ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് ആയിരുന്നു. അപ്പൊ ഞാൻ ഒരിക്കലും അതിന്റെ മുൻകൈ എടുക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സിസ്റ്റർക്ക് വേറെ എന്താ പറയാ ഭയങ്കര ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞു നീ ചെയ്തോ, ഐഡിയാസ് കാര്യങ്ങളൊക്കെ നമ്മ തരാം. പക്ഷെ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം സത്യം പറയാലോ എന്ത് ചെയ്താലും നമ്മൾ രക്ഷപ്പെടും എന്നുള്ളതാണ്. കാരണം ഈ ബിസിനസിനെ കുറിച്ച് പഠിച്ച നമുക്ക് എല്ലാ ബിസിനസിനെ കുറിച്ചിട്ടും ട്രഡീഷണൽ ബിസിനസ് പോലും നന്നായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ ബിസിനസ്സിൽ ഒരുപാട് ട്രെയിനിങ്സും സ്കിൽസും ഒക്കെ നമുക്ക് എന്താ പറയാ ആവശ്യത്തിൽ കൂടുതൽ മോട്ടിവേഷൻ ഒക്കെ തന്ന് നമ്മളെ നല്ല ശക്തരാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് എന്തും ചെയ്യാം, ഇപ്പൊ ഏത് കാര്യം ചെയ്താലും രക്ഷപ്പെടും എന്നുള്ള രീതിയിലേക്ക് ഞാനൊക്കെ മാറിയിട്ടുണ്ട്. പണ്ടെന്ന് വെച്ചാല് എന്തായിരുന്നു ഇതിനു മുൻപത്തെ അവസ്ഥ എന്ന് വെച്ചാൽ പിള്ളേരെ നോക്കാം, വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യാം. എന്നിട്ടും സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം അടുത്ത് കൂടെ പോലും പോയിട്ടില്ല. സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം അടുത്ത് കൂടെ പോലും പോയിട്ടില്ല. അങ്ങനെ കുറെ സംഭവങ്ങള് നമ്മളുടെ ലൈഫിൽ ഇല്ല. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കേട്ടിട്ടേ ഇല്ല. നമ്മൾ പഠിച്ചിട്ടുള്ളത് എല്ലാവരും ഇങ്ങനെയാണ്, നീയും ഇങ്ങനെ ആവണം, നിനക്ക് മാത്രം എന്താ പ്രത്യേകത, നീയും മറ്റുള്ളവരെ പോലെ തന്നെ അല്ലേ. ഇതൊക്കെ തന്നെയാണ് നമ്മളെ നമ്മുടെ ലൈഫിൽ പലപ്പോഴും മുൻപ് കേട്ടിട്ടുണ്ടായിരുന്ന കുറെ കാര്യങ്ങൾ. അതിനുശേഷം ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് കുറെ ചേഞ്ചസ്
എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്ന ആളുകൾ, എല്ലാവർക്കും കുറെ സ്വപ്നങ്ങൾ, എല്ലാവർക്കും കുറെ ആഗ്രഹങ്ങൾ, എല്ലാവരും സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുള്ളതാ. ആരും വെറുതെ വന്നിവിടെ ഒന്നും ആയിട്ടില്ല. മനസ്സിലായോ? ഒന്നും ആവാത്തവരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. അല്ലാതെ ലീഡേഴ്സ് മാത്രം സ്ട്രഗിൾ ചെയ്തു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ലൈഫിൽ പലരും പലരും പലതും സാക്രിഫൈസ് ചെയ്യും, പല രീതിയിൽ സ്ട്രഗിൾ ഒക്കെ ചെയ്തിട്ടുള്ള ആളെ. ഇപ്പൊ അംബികമ്മയുടെ അടക്കം മേഡം പറഞ്ഞിരുന്നല്ലോ, അതായത് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഏറ്റവും എന്താ പറയാ, നമ്മുടെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്നിടത്തു നിന്നാണ് പല രീതിയിലായിരിക്കും കേട്ടോ. ഒരാൾക്ക് ഒരു രീതിയാണെങ്കിൽ മറ്റാൾക്ക് ആ രീതി തന്നെ ആവണമെന്നില്ല. പക്ഷെ എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഒരുപോലെയായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നുമില്ല. ഒരു ജോലി ഇല്ല, എന്നാ ഫുൾ ടൈം ബിസിയാണ്. നമുക്ക് എന്താണ്, ഭയങ്കര ഇറിറ്റേഷൻ ആണ്. ഫുൾ ടൈം ജോലിയാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഇപ്പൊ 6-6:30 എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ രാത്രി 12:30 1 മണി, കുട്ടികൾ ഉറങ്ങുന്ന വരെ ജോലിയുണ്ട് അല്ലെ. പക്ഷെ ആരെങ്കിലും അതിന് എന്തെങ്കിലും നമുക്കൊരു പോക്കറ്റ് മണിയോ ഒരു ടിപ്പോ ഒരു അപ്രിസിയേഷനോ ഒന്നും പ്രതീക്ഷിക്കണ്ട. പകരം കിട്ടുന്നത് മറ്റു പലതാണ്. അപ്പൊ അത് വിട്ടേക്കൂ. കാരണം നമ്മളിപ്പോ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടുള്ളതല്ല, നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനും വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് വിട്ടേക്കാം. കാരണം നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു നെഗറ്റീവ്സ് ആയിട്ടാണ് എനിക്കടക്കം ഫീൽ ചെയ്തിട്ടുള്ളത്. അയ്യോ എന്താ ഇങ്ങനെ എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്വയം എടുക്കുന്ന ഒരു ഡിസിഷൻ ഉണ്ട്, എനിക്ക് ഇതിൽ നിന്ന് മാറണം. ഇത് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത, നമ്മുടെ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ഡിസിഷൻ ആണത്. അതായത് എനിക്ക് ഇതിൽ നിന്ന് മാറണം, എനിക്ക് മറ്റെന്തെങ്കിലും ഒരു എന്താ പറയാ, ഒരു പുതിയൊരു വഴിക്ക് മാറിയില്ലെങ്കിൽ ചിലപ്പോൾ എന്റെ മെന്റൽ കണ്ടീഷൻ ഒക്കെ ഓക്കെ ആവില്ല എന്നുള്ള ഒരു സംഭവത്തിൽ നിന്നാണ് പുതിയൊരു ബിസിനസ് ചെയ്യണം എന്നുള്ള രീതി വന്നത്. ബിസിനസ് ചെയ്തു കുറച്ചു നാളത്തെ, നല്ല അടിപൊളിയായിട്ട് ചെയ്തു. എന്റെ കുഞ്ഞു കൊച്ച് അന്ന് അവനക്ക് 2.5-3 വയസ്സാവുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോ അവന് ഫീഡിങ് ഒക്കെ നിർത്തിയ സമയത്താണ് ഞാൻ ബിസിനസിനെ കുറിച്ച് അറിയുന്നത്, കേൾക്കുന്നത്. പിന്നെ കുറച്ച് നാള് എന്റെ വീട്ടിൽ നിർത്തിയിട്ട് ഞാൻ ബിസിനസ് ചെയ്തത്. ആ സമയത്തും കുറെ കുറ്റപ്പെടുത്തലുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് നിനക്ക് എങ്ങനെയാ പറ്റണേ കുട്ടീനെ നീക്കി നിർത്താൻ, അങ്ങനെയൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഞാൻ ആ സമയത്ത് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണമായിരുന്നു. അതിന് നമ്മൾ എപ്പോഴും ആർക്കെങ്കിലും ഇത് നല്ലൊരു അമ്മയ്ക്ക് ഒരിക്കലും കുഞ്ഞിനെ മാറ്റി നിർത്തണതിന് ഒരു താല്പര്യം ഉണ്ടാവില്ല അല്ലെ. നമുക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ട്. ഇപ്പൊ നമ്മുടെ മക്കള് ഗൾഫിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്ത് ജോലിക്ക് പോകുന്നുണ്ട്, പുറത്ത് പഠിക്കാൻ പോകുന്നുണ്ട്, ആർക്കെങ്കിലും നീ പൊക്കോ നീ പൊക്കോ എന്ന് പറഞ്ഞ് വിടുന്നുണ്ടോ? ചിലര് വിടുട്ടോ. ഞാന് എന്ത് കാര്യം പറയുമ്പോഴും എനിക്കൊരു ഉറപ്പിൽ സംസാരിക്കാൻ ഈ ഒരു കുറച്ച് നാളായിട്ട് എനിക്ക് പറ്റാറില്ല. എല്ലാത്ത അമ്മമാരും ഉണ്ട് അല്ലേ, മക്കൾ നോക്കാത്ത അമ്മമാരും ഇല്ലേ. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ, എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഉറപ്പിച്ചൊരു കാര്യം പറയുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ആലോചിക്കും, അയ്യോ അങ്ങനത്തെ ഒരു ടീംസ് ഉണ്ടല്ലോ എന്ന് ആലോചിക്കാറുണ്ട്. അപ്പൊ അതുപോലെ ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് മക്കളെ കെയർ ചെയ്യുന്ന, അവരങ്ങനെ ആവരുത് അങ്ങനെ ആവരുത്, നല്ല നല്ല രീതിയിലേക്ക് പോകണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. മിക്കവരും ഒരു 95% ആളുകളും അമ്മമാരും അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് അല്ലെ. നമ്മളെ മക്കളെ പുറത്തേക്ക് പഠിക്കാൻ വിടുമ്പോൾ നമുക്ക് വിഷമില്ലേ, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പോകണം, നമുക്ക് കുട്ടികളെ വീട്ടിലേക്ക് പോകാൻ വിഷമില്ലേ, ജോലിക്ക് പോകണം വിഷമില്ലേ, വിഷമുണ്ട്. പക്ഷെ എന്താണ്, കുറച്ച് നാള് കഴിയുന്ന സമയത്ത് അവര് ചോദിക്കില്ലേ, അമ്മ എന്താ എന്നെ പുറത്തേക്ക് പഠിക്കാൻ വിടാഞ്ഞത്? അതുകൊണ്ടല്ലേ ഞാനിപ്പോ എനിക്ക് ഈ ജോലിയിലേക്ക് കിട്ടുള്ളൂ, ഞാൻ ആഗ്രഹിച്ചതിൽ എത്തിയില്ലല്ലോ. അതുപോലെ തന്നെ അവരെന്ത് ചോദിക്കും, അമ്മയ്ക്ക് ചെയ്യായിരുന്നില്ലേ, ഞാൻ എന്റെ കാര്യം എന്തിനാ നോക്കി, അന്ന് എനിക്ക് എന്തെങ്കിലും ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ, എന്നിപ്പോ എവിടെയെങ്കിലും ആക്കിയെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾ എന്തെങ്കിലും പറയാൻ പോകും എന്നൊക്കെ നമ്മുടെ മക്കൾ നമ്മളോട് തിരിച്ചു ചോദിക്കുന്ന ഒരു സമയം വരുമോ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങി. അപ്പൊ ആ സമയത്ത് എന്നെ സംബന്ധിച്ച് എന്റെ മദർ എന്നേക്കാൾ നന്നായിട്ട് കുട്ടികളെ നോക്കുന്ന ആളാ. ഞാൻ ഫുഡ് കൊടുക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ നോക്കുന്നതിനേക്കാൾ നന്നായിട്ട് എന്റെ ഫാദറും മദറും പോലെ അവർ നോക്കുന്നത് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ആക്കിയിട്ട് ഞാൻ ആ ബിസിനസ് ചെയ്തിരുന്നു ആദ്യമൊക്കെ. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് എന്താണെന്നുള്ളത് നന്നായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്, നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. കാരണം ഒരു സമയം വെറുതിരിക്കുമ്പോഴും എന്റെ മനസ്സിൽ എനിക്ക് എന്താ തോന്നാ, എന്റെ മോൻ, എന്റെ മോനെ ഞാൻ അവിടെ നിർത്തിക്കാണ്. എന്തിനാ ഞാൻ നിർത്തിച്ചുള്ളത്? എനിക്ക് ബിസിനസ് പഠിക്കണം, എനിക്ക് എന്റെ ആവശ്യമാണ്. എന്റെ അടുത്ത് ഒരാളും പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ്, കുട്ടീനെ നീ മാറ്റി നിർത്തിയേ പറ്റുള്ളൂ എന്നൊന്നും ഒരു ലീഡേഴ്സോ ആരും പറഞ്ഞിട്ടല്ല നമ്മൾ അത് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് എന്റെ മാത്രം ആവശ്യമാണ്, ഒരു ലീഡറുടെ ആവശ്യമല്ല. എന്നെ കൊണ്ടുവന്ന വ്യക്തി ഏകദേശം ഞാനൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് കഴിഞ്ഞപ്പോ ഈ ബിസിനസ് നിർത്തിപ്പോയ ആളാണ്. സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ല, സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ആയപ്പോ ഈ ബിസിനസ് നിർത്തിപ്പോയ ആളാണ്. പക്ഷെ എനിക്കൊരു പരാതിയില്ല. കാരണം എന്നെ സംബന്ധിച്ച് എന്റെ ലൈഫിൽ ഏറ്റവും നല്ല കാര്യം എനിക്ക് തന്നിട്ടുള്ള വ്യക്തി ആ വ്യക്തിയാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അവർ ഒരു വഴി കാട്ടി തരാനാ ചിലപ്പോ ഒരാൾക്ക് പറ്റുന്ന വരുള്ളൂ. അത് നല്ല രീതിയിൽ കൊണ്ടുപോകണോ അത് അവസാനിപ്പിക്കണോ അതൊക്കെ നമ്മളുടെ
വേ ഓഫ് സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ പഴിചാരാനോ ഒന്നും എനിക്ക് അർഹതയില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ആ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു, ഞാനിപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഒരു അത്ഭുതമാണ് തോന്നുന്നത്. അതായത് മറ്റുള്ളവർ ചിന്തിക്കാത്ത പല രീതിയിൽ ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നു. ചില സമയത്ത് ബിസിനസ് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് ചിന്തിക്കാൻ പറ്റുന്നത്. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്തേ എനിക്ക് ഭയങ്കര അത്ഭുതം. എന്നെ പ്രൊമോട്ട് ചെയ്യാൻ എന്റെ ടീമിലെ ആളുകൾ തന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്യാറുണ്ട് എനിക്ക്. ഞാനപ്പോ ആലോചിക്കും, ഞാൻ എന്ത് പുണ്യം ചെയ്തിട്ടാണാവോ. അല്ല, എന്നെ സംബന്ധിച്ച് അതൊക്കെ വലിയ കാര്യമാണ് കേട്ടോ. മാഡം ചെയ്തത് അടിപൊളിയായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് എന്തായാലും നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ മാഡത്തിന്റെ ഈ ജ്വല്ലറിയുടെ പ്രൊമോഷൻ ഞങ്ങളും കൂടെ കുറച്ചൊക്കെ ചെയ്യാം എന്നൊക്കെ പറയുന്ന ലീഡേഴ്സും പാർട്ട്നേഴ്സും ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ആലോചിക്കും, അയ്യോ, ബിസിനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുന്നോ അതൊക്കെ നമുക്ക് തിരിച്ചു തരും. അത് ഞാൻ ഫിജിക്കാർട്ടിനെ മാത്രമായിട്ട് പറയുന്നില്ല, ഈ ലോകത്ത് അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ കർമ്മ എന്നൊക്കെ പറയില്ല, അത് നെഗറ്റീവില് മാത്രമല്ല പോസിറ്റീവിലും ഈ കർമ്മ സത്യമാണ്. നമ്മൾ നല്ല രീതിയിൽ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നന്നായി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് അതേ രീതിയിൽ തന്നെ നമുക്ക് തിരിച്ചു വരും കേട്ടോ. നമ്മൾ പലപ്പോഴും കർമ്മ പറയാൻ നെഗറ്റീവ് ആയിട്ടായിരിക്കും അല്ലെ. അതായത് നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അത് മറ്റൊരു രീതിയിൽ നമ്മൾക്ക് വരും. നമ്മൾ എന്താണോ ചെയ്യുന്നത്, ഇന്ന് എന്താണോ ചെയ്യുന്നത് അതാണ് നാളത്തെ നമ്മുടെ ലൈഫ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പോലും ഞാൻ ഇപ്പൊ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ആ സമയത്ത് എനിക്ക് നല്ല റെസ്പോൺസ് ആണ് കേട്ടോ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടാണെങ്കിലും ഞാൻ എന്നും കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുന്ന ഒരാളൊന്നായിരുന്നില്ല. ഇപ്പോഴും അങ്ങനല്ല, ഞാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. പക്ഷെ എന്റെ മക്കള് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ തുടങ്ങി. അപ്പൊ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്താലും അതുപോലെ തന്നെ ചെയ്ത കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ. ഇതിപ്പോ ഞാൻ തുടങ്ങിയിട്ട് ഒരു വർഷം, ഞാനിപ്പോ ഒരു 40 വീഡിയോ ഇട്ടെന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ ഇതിപ്പോ 2 വർഷം കൊണ്ട് 80 വീഡിയോ ഇട്ട ആളുകളൊക്കെ ഉണ്ടല്ലോ. അവർക്ക് കിട്ടുന്നതിനേക്കാൾ എന്തുകൊണ്ടും റീച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ. അല്ലാതെ ചിലപ്പോ വലിയ റീച്ച് ഒന്നും കിട്ടിയതില്ല, കാരണം നമ്മൾ ആരും സെലിബ്രിറ്റീസ് ഒന്നും അല്ല അല്ലെ. നമ്മൾ ആരെങ്കിലും സെലിബ്രിറ്റീസ് ആണ്. നമുക്കിപ്പോ ഈ കുറച്ച് പേര് അറിയാന്നല്ലാതെ നമ്മൾ അറിയുന്ന കുറെ പേരൊക്കെ ഉണ്ടാവും. ഇന്നത്തെ ജനറേഷനിൽ ആരും ഇല്ല അല്ലെ. പിന്നെ മറ്റുള്ളവരുടെ ഭാഷയിൽ 90s കിഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനു മുമ്പത്തെ ജനറേഷൻ ആയിരിക്കും. ഞാനൊക്കെ കൺഫ്യൂഷനാണ്, കാരണം 1996 അപ്പൊ അത് ഏത് ജനറേഷനാന്ന് പോലും എനിക്ക് ഇപ്പോഴും അറിയില്ല. 96-ന് ശേഷം എന്താ പറയാ വേറൊരു പേരും അതിനു മുമ്പ് വേറൊരു പേരും അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പറയുന്നത് അല്ലെ. നമുക്ക് അതിനെ കുറിച്ചൊക്കെ എന്താ പറയാ കുറെ കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടുന്ന കണ്ടന്റ്സ് ഈ ഒരു ജനറേഷൻ ആളുകൾ എത്രത്തോളം എടുക്കും അതൊന്നും നമുക്കറിയില്ല. പക്ഷെ അതേ ടൈമിൽ തന്നെ ചെയ്യുന്ന മറ്റുള്ളവരിൽ നിന്നും പെട്ടെന്ന് നമുക്ക് എന്താണ് കുറെ കാര്യങ്ങൾ അറിയാമെന്നാണ് അതിനുള്ളിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതായത് നമ്മൾക്ക് കുറെ കാര്യങ്ങൾ ഇന്നത്തെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ നമുക്ക് മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റുന്നുണ്ട്. പിന്നെ അതിനേക്കാൾ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും അതിന്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും നമുക്കറിയാം. അതായത് ചെറിയൊരു എന്താ പറയാ, നമ്മൾ ബിസിനസ്സിൽ വീക്കായി പോയി. ഫിജിക്കാർഡിൽ നമ്മൾ എപ്പോഴും ഒരേപോലെ എന്നും ഒരേപോലെ ആയിരിക്കുമോ? കുറെ പേരെന്താണ് ഒത്തിരി വീഴ്ച വരുമ്പോഴേക്കും വേറെ ബിസിനസ് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. അവർ ചിന്തിച്ചോട്ടെ, നമ്മൾക്ക് ആരെയും തെറ്റു പറയാനൊന്നുമില്ല അല്ലെ. അത് അവരുടെ ചിന്താഗതി, അവര് ചിന്തിച്ചോട്ടെ, അവരുടെ ഇഷ്ടം. പിന്നെ നമ്മൾ അങ്ങനെ ചിന്തിക്കണോ എന്നുള്ളത് നമ്മുടെ തീരുമാനം അല്ലെ. ഞാൻ അങ്ങനെ ചിന്തിക്കണോ എന്നുള്ളത് എന്റെ തീരുമാനം. ഇപ്പൊ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഞാൻ എന്തായാലും ഈ ഒരു ടൈപ്പ് ഓഫ് വേറൊരു ബിസിനസ് ഒരിക്കലും സെലക്ട് ചെയ്യില്ല. അതിന് 2-3 റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാല് ഈ കമ്പനിയുടെ ബാക്കപ്പ് തന്നെയാണ് കേട്ടോ. ഇത്രയും ബാക്കപ്പ് ഉള്ള നമ്മുടെ കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ മറ്റൊരു കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മുടെ പ്ലാൻ ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ ബാക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ബോബി ചെമ്മണ്ണൂർ സാറിന്റെ ആസ്തിയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. അത് സക്സസ്ഫുൾ ആക്കി കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണെന്നുണ്ടെങ്കിലും മറ്റൊരു ബിസിനസ്സിൽ ഒരു ഓണേഴ്സിനും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നത്, ഞാൻ വാശി പിടിച്ചിട്ട് കാര്യമില്ല. പണ്ട് ഞാൻ അങ്ങനെയായിരുന്നു. എന്റെ ചിന്താഗതിനോട് വേറിട്ട് നിൽക്കുന്ന കുറെ ആളുകളുണ്ടല്ലേ. നമ്മൾ പോസിറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവ് പറയും. അപ്പൊ നമ്മ അവരെ നന്നാക്കാനുള്ള തിരക്കിലായിരുന്നു ഞാനൊക്കെ ആദ്യം. അവരെ നന്നാക്കാൻ, അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നേ, അവർക്ക് എന്താ നമ്മുടെ പോലെ ചിന്തിച്ചൂടെ, അവർക്ക് നന്നായി കൂടെ എന്നൊക്കെ വിചാരിക്കും. എല്ലാവരും നന്നാവാൻ പോണില്ല. അപ്പൊ അതുപോലെ തന്നെ എല്ലാവരും ഒരേപോലെ ചിന്തിക്കണം, നമ്മ വാശി പിടിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ പാടൂ എന്ന് അംബിക മാഡത്തിനോ, അംബിക മാഡം ഇങ്ങനെ ചിന്തിക്കാൻ പാടുന്നു എനിക്കോ ഒന്നും പറയാൻ പറ്റില്ല അല്ലെ.
അത് അവരുടെ ഇഷ്ടം, അവരുടെ ചിന്താഗതി, അവരുടെ രീതികളാണ്. പല രീതിയിലും അവരുടെ പല ചുറ്റുപാടുകളും സാഹചര്യങ്ങളും ഒക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും വിശ്വസിക്കുന്നില്ല ഇത്തരത്തിലുള്ള ഒരു കമ്പനി, അതായത് ഒരു ഡയറക്ട് സെല്ലിങ്ങോ അല്ലെങ്കിൽ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയോ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയോ എന്താണ് ഈ ഒരു കമ്പനിനേക്കാൾ മേലേക്ക് ഇനി പോകുന്നു എനിക്ക് തോന്നുന്നില്ല. നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യലാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിനിപ്പോ ഒരാളും ഒരു ലീഡേഴ്സും പുറകെ നടക്കേണ്ട ആവശ്യമില്ല. ഒരു ലീഡറും എന്താ പറയാ മോട്ടിവേറ്റ് ചെയ്ത് ഇതാക്കേണ്ട കാര്യമൊന്നുമില്ല. ന്യൂസ് ജോയിനേഴ്സിനൊക്കെ സംബന്ധിച്ച് വേണം അല്ലെ, അവർക്ക് എന്താണ് കാര്യങ്ങൾ അറിയില്ല. അപ്പൊ അത് നമ്മൾ എന്ത് വേണം, നമ്മുടെ ലീഡേഴ്സിനോടൊക്കെ പറഞ്ഞ്, ഒരു സെയിൽസ് മാനേജർ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അവർക്ക് ട്രെയിനിങ്സ് ഒക്കെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മൾക്ക് അറിയാത്ത കാര്യമാണോ? ഒരു 2-2.5 വർഷമായിട്ട് ഈ കമ്പനിയിലുള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു 1.5 വർഷമായിട്ട് ഈ കമ്പനിയിലുള്ള ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അല്ലെ. കമ്പനി എങ്ങനെയാണ്, എന്താണ്, എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ട്, അതുകൊണ്ട് എന്തൊക്കെയാണ് ഗുണമുള്ളത്, ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഒരാൾ കുത്തിപ്പൊക്കി അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അത് ചെയ്യാണ് നമ്മൾക്ക് ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, ഈ ഒരു ബിസിനസ്സിനെ മറ്റൊരു ബിസിനസ്സിൽ നിന്ന് എന്തുകൊണ്ട് വ്യത്യാസപ്പെടുത്തുന്നു എന്നുള്ള കുറെ കാര്യങ്ങളാണ് അല്ലെ. അല്ലെങ്കിൽ ആ ഒരു പുതിയൊരു ബിസിനസ്സിലേക്ക് പോകാൻ നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തൊക്കെയാണ് ഇവിടെ എന്താ പറയാ നമുക്ക് ചിന്തിക്കാനുള്ളതെന്നൊക്കെയാണ്. അപ്പൊ ഞാനൊരിക്കലും ഈ ഒരു രീതിയിലുള്ള ഒരു ബിസിനസ്സിലേക്ക് ഒരിക്കലും മാറില്ല. നിങ്ങൾ ഈ ബിസിനസ് ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കഴിഞ്ഞൊരു കുറച്ച് നാൾ മുമ്പ് പുതിയൊരു ജോയിനർ വന്നിട്ട്, അപ്പൊ ആളെ സംബന്ധിച്ച് ആളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ്. ആൾക്ക് ഇതൊന്നും നോക്കി നടത്താനോ കാര്യങ്ങൾക്കൊന്നും നേരമില്ല. ആൾക്ക് അതിന്റെ ആവശ്യവുമില്ല. മനസ്സിലായോ? അത് പൈസയുടെ ആവശ്യമൊന്നും ആൾക്കില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കസിനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ വന്നപ്പോ ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല സർ. ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കാര്യം സാറിന് കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ എന്താ അതെന്നൊക്കെ ചോദിച്ചു എന്റെ അടുത്ത് ഡീറ്റെയിൽസ്. ഞാൻ പറഞ്ഞു ഇപ്പൊ ഉള്ള ബിസിനസ് ഉണ്ടല്ലോ, അതായത് ഇപ്പൊ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സിനുള്ള ട്രെയിനിങ്സ് നമുക്ക് കിട്ടും. നമ്മുടെ ഫിജിക്കാർഡിന്റെ ട്രെയിനിങ് ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട ഫിജിക്കാർഡിന് മാത്രം ഉപകാരപ്പെടുന്ന ഒന്നല്ല. നമ്മുടെ ലൈഫിൽ ഒരുപാട് ഉപകാരം അതിനെ കൊണ്ടുണ്ട്. അത് നിങ്ങൾ ഈ ഒരു ബിസിനസ് മാത്രമല്ല കുറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് മനസ്സിലാവും. അതായത് നമുക്ക് പല രീതിയിൽ അത് ഉപകാരത്തിൽപ്പെടും. അതായത് പണ്ടൊക്കെ ഞാൻ ചിന്തിച്ചിരുന്ന ഒരു കാര്യമാണ്, ഞാനൊക്കെ എവിടെ എത്താനാ, കാരണം എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളില്ല, എന്നെ എന്താ പറയാ പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ ആളില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പൊ നമ്മൾ എന്താണ്, നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, കുറെ പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇന്നിപ്പോ ഒരാളെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്, ഇപ്പൊ എന്റെ അടുത്ത് എന്റെ ടീമിൽ തന്നെ ഉള്ളൊരു 2-3 പേര് പറഞ്ഞ കാര്യാട്ടോ. അവർക്ക് ഈ ബിസിനസ്സിൽ വന്നിട്ട് എന്ത് കിട്ടിയെന്ന് വെച്ചാല്, അതായത് മണി മാനേജ്മെന്റ് പഠിച്ചു. കിട്ടുന്ന പൈസക്ക് എങ്ങനെ നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാന്ന് പഠിച്ചു. പിന്നെന്താണ്, കോൺഫിഡൻസ് കിട്ടി. പലർക്കും കിട്ടിയത് എന്താണെന്നുള്ളത് അവർക്ക് പോലും മനസ്സിലായിട്ടില്ല. അതായത് എനിക്കടക്കം കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷകളാണ് കിട്ടിയിട്ടുള്ളത്. എന്തായാലും എത്തണം, നമ്മൾ വിചാരിച്ചെത്തും എന്നുള്ളൊരു സംഭവം നമുക്ക് എല്ലാവർക്കും എന്താണ്, സ്ലോ പോയിസം പോലെ നമ്മുടെ ബ്രെയിൻ അത് എടുത്തു. എന്തായാലും നീ രക്ഷപ്പെടും, പറ്റേ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പറയും, ഞാൻ എപ്പോഴും എന്റെ വീഡിയോസിൽ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ അതിന് അർഹതയുള്ള ഒരാളാണോ, ഡിസർവ് ചെയ്യുന്ന ഒരാളാണോ, നമ്മൾ പലപ്പോഴും പലതും ആഗ്രഹിക്കുന്ന സമയത്ത് സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ ഡിസർവ് ചെയ്യുന്നുണ്ടോ, ഞാനത് അർഹിക്കുന്നുണ്ടോ. അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് കമ്പനിയിൽ നാഷണൽ സെയിൽസ് ടീം മാനേജർ അവന് ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ അതിന് അർഹത ഉണ്ടോ എന്നുള്ളത് ഫസ്റ്റ് ചിന്തിക്കേണ്ട കാര്യമാണ്. അതായത് നമ്മൾ നല്ല രീതിയിലാണോ ബിസിനസ് ചെയ്യുന്നത്, ഒരു നാഷണൽ സെയിൽസ് ടീം മാനേജർ ആയിട്ടുള്ള ഒരു വ്യക്തി മുൻപ് ചെയ്തിരുന്ന കാര്യങ്ങൾ തന്നെയാണോ നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനോട് ഒത്തു നിൽക്കുന്ന അത്രയ്ക്കും എഫേർട്ട് നമ്മൾ ഇടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട് കേട്ടോ. അതിന്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുള്ള, അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ എന്താണ് നന്നായിട്ട് വർക്കൊക്കെ ചെയ്ത് നന്നായിട്ട്